എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമത അർപ്പിപ്പാനും കൃപ ചെയ്യുക. ഈ ദിവസങ്ങളിൽ നാഥ, നീ ചൊരിഞ്ഞു തന്ന എല്ലാ കൃപകൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയുടെ നിഴലിൽ ഞങ്ങളായിരുന്നപ്പോൾ, പ്രതികൂലതയുടെ വീഥികളിൽ ഞങ്ങൾ ഭയപ്പെട്ടു നിന്നപ്പോൾ, നിന്റെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രതിസന്ധി നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ കൺമണി പോലെ നാഥ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കണ്ണുനീരോടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. 2 തുള്ളി കണ്ണുനീർ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, അനുദപിക്കുന്ന ഹൃദയം ചൊരിയുന്ന കണ്ണുനീരിൻ്റെ തുള്ളികൾ ദൈവസന്നിധിയിൽ പ്രസാദകരമായ കാഴ്ചയാണല്ലോ. ബാഹ്യമായ ചിന്തകളെയൊക്കെ മാറ്റിവെച്ച് ആന്തരിക കണ്ണുകൾ കൊണ്ട് ദൈവമേ നിന്റെ മുഖമൊന്ന് കാണുവാൻ, ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ, കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ഞങ്ങളെ കാക്കുന്ന വിധങ്ങൾ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. തലകളെ വണക്കാം. എന്നോടയോ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാൽ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണം. ബർക്കുമോർ തലമുറ തലമുറയായി ഞങ്ങളുടെ അഭയവും സങ്കേതവുമായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പകൽ സമയത്തെ അധ്വാനങ്ങളിൽ ഞങ്ങളുടെ ശരീരം വിരമിച്ച് ലൗകിക ചിന്തകളിൽ ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങി നാഥ, അവിടുത്തെ അതിപരിശുദ്ധ ആലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്റെ മുഖം കണ്ടുകൊണ്ട് നിന്റെ വചനം ഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കാൻ ഞങ്ങൾക്കൊരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ജീവനാണല്ലോ, അത് ശക്തിയാണല്ലോ, ചൈതന്യമാണല്ലോ. പ്രതിസന്ധികൾ ഇരുൾ മൂടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രതികൂലതയുടെ അന്ധകാരം ഞങ്ങൾക്ക് ചുറ്റും കൂരിരുൾ വിതറുന്ന ഈ ദിവസങ്ങളിൽ നാഥ, തിരുവചനത്തിൻ്റെ തെളിദീപം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ കൂടിവരവ് സാധ്യമാക്കി തന്ന ഞങ്ങളുടെ പിതാക്കന്മാർ പകർന്നു തന്ന ആത്മീക വെളിച്ചം അതൊരിക്കൽ കൂടി കൊളുത്തി തിരുമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങൾക്കൊരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളോട് കൂടെയില്ല. എങ്കിലും നാഥ, ആത്മക്കണ്ണുകളാൽ ദൈവസന്നിധിയിൽ അവർ സജീവരായി സന്തോഷത്തോടെ തലമുറയുടെ ഈ തിരുവചനത്തിൻ്റെ ആഘോഷം കാണുന്നു എന്നതിൽ ഞങ്ങളും നാഥ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദേശനിവാസികളെ കാത്തുകൊള്ളണമേ. തിരുവചന ശബ്ദത്താൽ മുഖരിതമായ ഈ ദേശം രക്ഷയുടെ അവകാശികളായി തീരുവാൻ അവിടുന്ന് ഇടയാകണമേ. ഈ തിരുവചന കേൾവി ശിക്ഷകൾ നീങ്ങിപ്പോകുവാൻ കാരണമാകണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ കാരണമാകണമേ. പ്രതികൂല സാഹചര്യങ്ങൾ നീങ്ങിപ്പോകുവാൻ കാരണമാകണമേ. പകർച്ചവ്യാധികൾ അകന്നു പോകുവാൻ നാഥ, ഈ വചന ശുശ്രൂഷ, ഈ ആരാധന ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണല്ലോ, ഞങ്ങൾ ബലഹീനരാണല്ലോ, തിരുമുൻപാകെ നിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ലല്ലോ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മുഴുവൻ പാപത്താൽ മലിനരും അശുദ്ധരുമാണല്ലോ. നീ കോപത്തോടെ ഞങ്ങളെ നോക്കരുതേ, ക്രോധത്തോടെ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തള്ളുകയും ഉപേക്ഷിക്കുകയും അരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയെ സ്നേഹിക്കുന്ന ദൈവമേ, നീ പാപത്തെ വെറുക്കുന്നല്ലോ. നീ വെറുക്കുന്ന പാപത്തെ വെറുത്തുപേക്ഷിപ്പാൻ ഈ തിരുവചന കേൾവി ഞങ്ങൾക്കിടയാകണമേ.
നാഥ, ദൈവവചനം കേട്ടുവിട്ട് ശിക്ഷയ്ക്കായിട്ടല്ല, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ മാനസാന്തരത്തിന് അനുയോജ്യമായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ അതിവിശുദ്ധ ആലയത്തിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത്. ഈ ലോക ജീവിത യാത്ര വിട്ടുപിരിഞ്ഞാലും ദൈവ സംസർഗത്തിൽ സ്വർഗീയ ബലിപീഠത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നിലത്തിട്ടാൽ ഉടഞ്ഞു പോകാവുന്ന മൺപാത്രങ്ങളാണല്ലോ ഞങ്ങൾ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രതികൂലതകളിൽ തകർന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ കൂട്ടിച്ചേർത്തുവെങ്കിൽ നിനക്ക് ഹിതകരമാവണ്ണം ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവഭക്തിയിലും മാതൃകയിലും തലമുറയെ വളർത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. മാതൃകയുള്ള ദമ്പതികളായിരിക്കാൻ മാതാപിതാക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൽപ്പനയെ അനുസരിക്കുന്ന, ദൈവകൽപ്പന കുറവില്ലാതെ പാലിക്കുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവാലയങ്ങളാക്കി തീർക്കുവാൻ, തലമുറയ്ക്ക് ആത്മീക വെളിച്ചം നഷ്ടപ്പെടുത്താതെ ദൈവ സംസർഗത്തിലും ആത്മീക തണലിലും അവരെ വളർത്തുവാൻ ഞങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ ശക്തിപ്പെടുത്തണമേ. ദേവാലയത്തിലേക്കുള്ള വഴി പോലും അടഞ്ഞിരിക്കുകയാണല്ലോ പ്രിയമക്കൾക്ക്. നാഥ, എങ്കിലും നാഥ, മനസ്സിൽ നിന്റെ രൂപം കണ്ട് അവർ കേട്ടിട്ടുള്ള വചനങ്ങളും അവർ സംബന്ധിച്ചിട്ടുള്ള ആരാധനയുടെ ചൈതന്യവും ജീവിതാന്ത്യം അവരെ പിൻപറ്റുവാൻ ഇടയാകണമേ. അവരുടെ പ്രാർത്ഥന തലമുറയ്ക്കും ദേശത്തിനും അനുഗ്രഹമാകണമേ. അവിടുത്തെ സുരക്ഷിതമായ കരവലയത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും നാഥാ തൃപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ എത്ര പേർക്ക് രോഗമുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയുന്നില്ലല്ലോ. നാഥ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും കരുണയോടെ ദർശിക്കണമേ. ഇത് ദൈവഹിതമാണ്. ദൈവഹിതം ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് നിരാശയിലായി പോകാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ എല്ലാ രോഗികളെയും കരുണയോടെ നീ കാത്തു പരിപാലിക്കണമേ. നീ ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ലല്ലോ, നന്മയല്ലാതെ ഒന്നും നൽകുകയില്ലല്ലോ. നാഥ, പാപത്തിൽ നശിക്കുന്ന നിനവേരോട് കരുണ തോന്നിയ നല്ല ദൈവമേ, ഈ ജനം നശിച്ചു പോകാതെ ഈ ജനത്തോട് നിനക്ക് കരുണ തോന്നണമേ, മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് പ്രളയത്തിന്റെ ഭീകരാവസ്ഥ കണ്ട്, ജനങ്ങളുടെ ദൈന്യത കണ്ട് മനസ്സലിഞ്ഞ നല്ല ദൈവമേ, ഞങ്ങളോട് മനസ്സലിയണമേ. മഹാമാരികൾ അകന്നു പോകുവാൻ നാഥ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത നല്ല ദൈവം നീയാണല്ലോ. ആണിപ്പാടുള്ള വലതുകരം രോഗികളുടെ മേൽ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ നീ പരിഭാഗതയുള്ളവരാക്കണമേ. ദൈവഭക്തിയിലും മാതൃകയിലും വളർന്നു വരുവാൻ അവർക്കിടയാകണമേ. ശിശുക്കളെയും പൈതങ്ങളെയും കരുണയോടെ കാത്തു പരിപാലിക്കണമേ. ആത്മീയ ജീവിതത്തിന്റെ തണലിൽ, മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ, ഭവനത്തിൽ തന്നെ ദൈവീക ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരിക്കാനും അവർക്ക് ലഭിക്കേണ്ട ലൗകിക പാഠങ്ങൾ അഭ്യസിക്കുവാനും ദൈവശക്തിയിൽ ബലപ്പെട്ട് വളർന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി തീരുവാനും അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് ഉപജീവനത്തിനായി വിദൂര രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന മക്കളെ ഓർക്കുന്നു. പ്രതികൂല സാഹചര്യത്തിലാണല്ലോ നിന്റെ മക്കളൊക്കെയും ആയിരിക്കുന്നത്. പോകുന്ന വഴികളൊക്കെയും അനുഗ്രഹിക്കപ്പെടണമേ. പ്രവർത്തിക്കുന്ന ഇടം അവർ മൂലം അനുഗ്രഹിക്കപ്പെടണമേ. പ്രവർത്തന മേഖലയിൽ നല്ല പ്രതിഫലം പ്രാപിപ്പാൻ അവർക്കിടയാകണമേ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സുരക്ഷിതരായി ഭവനത്തിലേക്ക് അവർ മടങ്ങി വരണമേ. ഒരു കുഞ്ഞു പോലും നാഥ നഷ്ടമായി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. നാഥ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിന്റെ പച്ചപ്പുകളിലൂടെ ജനസമൂഹത്തെ വഴി നടത്തുവാൻ പരിശുദ്ധ സഭയെ അവിടുന്ന് ഒരുക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ നാഥ ദൈവകൃപയുടെ തണലിൽ തലമുറയെ സമർപ്പിപ്പാൻ സഭയ്ക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെയും ദേശനിവാസികളെയും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് നാഥ, ഈ കൺവെൻഷന്റെ എല്ലാ പ്രവർത്തകരെയും കരുണയോടെ നീ അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി സഹായിച്ച, അധ്വാനിച്ച എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഈ ശബ്ദപരിധിയിൽ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ തിരുവചന ശുശ്രൂഷ ശ്രവിച്ചവരുണ്ട്, കണ്ടവരുണ്ട്. നാഥ, അവരെ എല്ലാം കരുണയോടെ നീ ദർശിക്കണമേ. സന്ധിബന്ധങ്ങളെ ഛേദിക്കുന്ന ദൈവവചനം മാനസാന്തരത്തിന് അവരെയും ഒരുക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വഴിയിലൂടെ നയിക്കപ്പെടുവാൻ പര്യാപ്തമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ,
ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണമേ. ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അനാഥരുണ്ട്, വിധവമാരുണ്ട്, നാഥ, കടഭാരത്താൽ വലയുന്നവർ, ദാരിദ്ര്യവും പട്ടിണിയും മൂലം ക്ലേശിക്കുന്നവർ, സഹായത്തിന് വേണ്ടി തിരുമുമ്പാകെ നിലവിളിക്കുന്നവർ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒഴിഞ്ഞവരായി തിരുമുമ്പാകെ കണ്ണുനീരോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ നിറഞ്ഞവരായി പ്രത്യാശയോടെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകുവാൻ, യഹോവ ഞങ്ങളിൽ വലിയവ ചെയ്തുവെന്ന് സാക്ഷിപ്പാൻ അവിടുന്ന് കൃപ ചൊരിയണമേ. വഴിയാത്രയ്ക്ക് വിളിച്ചിട്ട് വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ലല്ലോ നീ, അന്ത്യം വരെ നടത്തുന്നവനാണല്ലോ. കരുണയോടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ